അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ വിശദീകരണത്തിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം നാം പറഞ്ഞത്. അർ-റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ സർവലോക സംരക്ഷകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലുള്ള പ്രശംസ, അതിനാണ് സ്തുതി എന്ന് പറയുന്നത്. ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവരെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ സ്തുതികളുടെയും പ്രശംസയുടെയും യഥാർത്ഥ അവകാശി യജമാനനായ അല്ലാഹുവാകുന്നു. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും സഹായവും പ്രേരണയും നൽകുന്നത് അല്ലാഹുവാണ്. ആരെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനുള്ള സ്തുതി യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് യജമാനനായ അല്ലാഹുവാകുന്നു. സൃഷ്ടാവിനെ വിസ്മരിച്ചുകൊണ്ട്, സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടികളെ സ്തുതിക്കുകയും സൃഷ്ടികൾക്ക് മാത്രം നന്ദി പറയുകയും ചെയ്യുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ ചിന്താശേഷിയില്ലാത്തവരാണ്, അവർ ബുദ്ധിയില്ലാത്തവരാണ്. റബ്ബുൽ ആലമീൻ എന്ന പദത്തിന് ലോകരക്ഷിതാവ് എന്ന് അർത്ഥം നാം പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളെ സൃഷ്ടിക്കുകയും പടിപടിയായി വളർത്തി പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്നവനാണ് യജമാനനായ റബ്ബ്. അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ പല ലോകങ്ങളിലായി കിടക്കുകയാണ്. ജന്തുലോകം, സസ്യലോകം, നക്ഷത്രലോകം തുടങ്ങിയ എല്ലാ ലോകങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന ആശയത്തിന് തെളിവുകളായിട്ടാണ് തുടർന്നുള്ള വാചകമായ റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം എന്ന വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളുടെ ആശയം നമുക്ക് ഇങ്ങനെ പരിവർത്തനം ചെയ്യാം. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവനാണ് അഖില ലോകങ്ങളെയും സൃഷ്ടിക്കുകയും പടിപടിയായി വളർത്തി പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്നത്. അതിനും പുറമേ അവൻ കാരുണ്യവാനും കരുണാനിധിയുമാകുന്നു. കടമയും ബാധ്യതയും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് തൻ്റെ നിസ്സീമമായ കാരുണ്യം കൊണ്ടാണ് യജമാനനായ അല്ലാഹു ഈ ലോകത്തെ പരിപാലിച്ചു പോരുന്നത്. അർ-റഹ്മാനിർ റഹീം എന്നതിൻ്റെ വിശദീകരണം നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ വിശദമായ ചർച്ചയിൽ അർ-റഹ്മാനിർ റഹീം എന്നതിൻ്റെ
അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും നാം നേരത്തെ പഠിച്ചു. അതേപോലെ അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സിൽ യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ എന്നതിൻ്റെ വിശദീകരണത്തിലും റഹ്മാൻ റഹീം എന്നതിന് പണ്ഡിതലോകം പറഞ്ഞ വിവിധങ്ങളായ അർത്ഥങ്ങൾ നാം അവിടെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ പറയാത്ത ചില വിശദീകരണങ്ങൾ ഞാൻ പറയാം. റഹ്മാൻ എന്നാൽ അല്ലാഹു തൻ്റെ അടിമകൾക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നവൻ എന്നും, റഹീം എന്നാൽ അല്ലാഹു തൻ്റെ അടിമകൾക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഔദാര്യങ്ങൾ, കാരുണ്യങ്ങൾ ചെയ്യുന്നവൻ എന്നുമാണർത്ഥം. നമുക്ക്, അടിമകളായ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ബഹുമാനപ്പെട്ട റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സംഭവകഥ. അദ്ദേഹം ഒരിടത്ത് അതിഥിയായി ചെന്നു. ആതിഥേയർ അദ്ദേഹത്തിനായി ഭക്ഷണത്തളിക ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാക്ക എവിടെ നിന്ന് പറന്നു വന്ന് ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഒരു റൊട്ടി കൊത്തിയെടുത്തു പറന്നുപോയി. ഒരു കൗതുകത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആ കാക്കയെ പിന്തുടർന്നു. അല്പം കഴിഞ്ഞ് ആ കാക്ക വിജനമായ ഒഴിഞ്ഞൊരു പ്രദേശത്ത് പറന്നിറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടേതാ 2 കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിൽ ഒരു മനുഷ്യൻ. കാക്ക ആ റൊട്ടി അയാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് എങ്ങോട്ടോ പറന്നുപോയി. ഈ സംഭവത്തിൽ നിന്ന് യജമാനനായിരിക്കുന്ന അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് ചെയ്യുന്ന കാരുണ്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. അവൻ അവന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവൻ അവന്റെ സൃഷ്ടികൾക്ക് വെള്ളം കൊടുക്കുന്ന, അവൻ അവന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാകുന്നത്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു സംഭവം, വിവരിക്കാനാവാത്ത ആത്മസംഘർഷങ്ങൾ മൂലം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ലക്ഷ്യമില്ലാതെ യാത്ര തിരിച്ച പ്രവാചകൻ ഒടുവിൽ നൈൽ നദിയുടെ കരയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നൈൽ നദിയുടെ കരയിലതാ ഒരു തേൾ. ആ തേൾ ഓടുകയാണ്. പ്രവാചകൻ അതിനെ പിന്തുടർന്നു. തേൾ ഓടിച്ചെന്ന് നദീക്കരയിലുണ്ടായിരുന്ന ഒരു വലിയ തവളയുടെ പുറത്ത് ചാടിക്കയറി. തവള അതിനെയും കൊണ്ട് നദിയിലേക്ക് ചാടി. അത് മുന്നോട്ട് നീന്താൻ തുടങ്ങി. തേൾ അപ്പോഴും ആ തവളയുടെ പുറത്ത് തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജിജ്ഞാസ കൊണ്ട് ഒരു തോണിയിൽ ആ തവളയെ പിന്തുടർന്നു. തവള നീന്തി മറുകരയിലെത്തിയ ഉടൻ തേൾ ആ തവളയുടെ പുറത്തുനിന്ന് ചാടിയിറങ്ങി പിന്നെയും ഓടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തോണി കരക്കടിപ്പിച്ച് നബി അതിൻ്റെ പിന്നാലെ പിന്തുടർന്നു. ഈ സമയം ഒരു യുവാവ് ഒരു മരത്തണയിൽ മയങ്ങുന്നുണ്ടായിരുന്നു. വലിയൊരു പാമ്പ് ആ ചെറുപ്പക്കാരനെ സമീപിക്കുന്നതായി അദ്ദേഹം കണ്ടു. പെട്ടെന്നാണത് സംഭവിച്ചത്. നമ്മുടെ ചരിത്രത്തിലെ തേൾ ആ പാമ്പിന്റെ നേർക്കുചാടി അതിനെ കടിച്ചോ. പാമ്പ് തിരിച്ച് തേളിനെയും കൊത്തി. അല്പം കഴിഞ്ഞപ്പോൾ ആ 2
വിഷജന്തുക്കളും ചത്തു വീഴുകയും അങ്ങനെ ആ ചെറുപ്പക്കാരൻ 2 വിഷജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. നോക്ക്, യജമാനനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആല ഉറങ്ങിക്കിടക്കുന്ന മയങ്ങിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അടിമയെ സംരക്ഷിച്ച അല്ലാഹു റഹ്മാനായതിൻ്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അതേപോലെ മുട്ടയിൽ നിന്ന് വിരിയുന്ന ഒരു കാക്കക്കുഞ്ഞ്, അതിനെ കണ്ടാൽ വിരിയുന്ന സമയത്ത് ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെയായിരിക്കും. ഈ അവസ്ഥയിൽ അതിനെ ഉപേക്ഷിച്ച് തള്ളക്കാക്ക പറന്നു പോകുമത്രേ. അതിനെ വളർത്തുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കാതെ പിന്നീട് ജീവനില്ലാത്ത വെറും ഇറച്ചി കഷ്ണമാണെന്ന് കരുതി പ്രാണികൾ അതിനെ പൊതിയും. ഈ സമയത്ത് കാക്കക്കുഞ്ഞ് വാ പിളർന്ന് പ്രാണികളെയൊക്കെ അകത്താക്കും. കുശാലമായ ഭക്ഷണം, പപ്പും തുവലും മുളച്ച് തൻ്റെ ശരീരം മറയുവോളം ഈ നില തുടരും. ഒടുവിൽ തള്ളക്കാക്ക അതിൻ്റെ അരികിൽ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ കാക്കക്കുഞ്ഞിന് സുഭിക്ഷമായിരിക്കുന്ന ഭക്ഷണം നൽകിയതാരാണെന്നറിയുമോ? യജമാനനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അവന്റെ കാരുണ്യത്തിന്റെ ആഴമാണ് ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിധം അജ്ഞാതമായ രീതിയിൽ സ്വന്തം പടപ്പുകളെ, സ്വന്തം സൃഷ്ടികളെ പരിപാലിക്കുന്ന സമഗ്രവും സമ്പൂർണമായ ഔദാര്യത്തിൻ്റെ ഉടമ എന്ന അർത്ഥത്തിലാണ് അല്ലാഹുവിനെ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ആ അനുഗ്രഹത്തെ നമുക്കൊരു പരീക്ഷണമായോ ശിക്ഷയായോ നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാണ്. മറിച്ച് പ്രത്യക്ഷത്തിൽ അനുഗ്രഹമാണെന്ന് തോന്നുന്നത് ആന്തരികമായി ചിലപ്പോൾ ശിക്ഷയായിരിക്കാം. പ്രത്യക്ഷത്തിൽ ശിക്ഷയായി തോന്നുന്നത് ആന്തരികമായിട്ട് അത് നന്മയായിരിക്കാം. ഇങ്ങനെയും അല്ലാഹുവിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ സിഫത്തുകൾ മനസ്സിലാക്കി, അവൻ്റെ യഥാർത്ഥ കാരുണ്യങ്ങൾ മനസ്സിലാക്കി, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, യഥാസമയത്തും അവൻ്റെ ഫിക്റിലും ദിക്റിലുമായി ജീവിക്കാൻ, നല്ല ആത്മസംസ്കരണത്തോടുകൂടെ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ യജമാനനായിരിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.